ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ബുക്ക് എഴുതിയിട്ടുള്ള റോബർട്ട് ക്യോസാക്കി എന്ന് പറയുന്ന ഒരു ധനകാര്യ വിദഗ്ധൻ്റെ രീതികളിലേക്കാണ്. അദ്ദേഹം പണത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ലോകത്തിന് തന്നു എന്നുള്ളതാണ്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്ക് മലയാളത്തിലും അവൈലബിൾ ആണ്. പറ്റുന്ന ആളുകൾ അത് വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. അദ്ദേഹം ഈ ഫോട്ടോയിൽ കാണാം, അദ്ദേഹം നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപുമായിട്ട് ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടല്ലേ, വൈ വി വാണ്ട് യു ടു ബി റിച്ച് എന്ന് പറയുന്ന ഒരു ബുക്കും കൂടിയും എഴുതിയിട്ടുണ്ട്. ഇനി അദ്ദേഹം എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നുള്ളത് പറയാം. അദ്ദേഹം പ്രധാനമായിട്ടും ഒരു ക്യാഷ് ഫ്ലോ ക്വാഡ്രൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ അദ്ദേഹം 4ആയി തിരിച്ചു എന്നുള്ളതാണ്. അതിൽ എംപ്ലോയി, സെൽഫ് എംപ്ലോയി എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ബിസിനസ് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന അടുത്ത 2 കാറ്റഗറി. അങ്ങനെ 4 കാറ്റഗറി ആയിട്ട് അദ്ദേഹം വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തരംതിരിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൻ്റെ ജനസംഖ്യയുടെ 90% ആളുകളും എംപ്ലോയി, സെൽഫ് എംപ്ലോയി എന്ന് പറയുന്ന ഈ 2 കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്. അവരെ പുവർ പീപ്പിൾ കാറ്റഗറി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. എന്നാൽ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ആളുകളായിരിക്കും ബഹുഭൂരിപക്ഷം എന്നുള്ളതാണ്. അതേസമയം ബിസിനസ് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അത് റിച്ച് പീപ്പിൾ കാറ്റഗറി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അത് ലോക ജനസംഖ്യയുടെ 10% മാത്രമാണ് വരുന്നത്. എന്നാൽ അവർ ലോക സമ്പത്തിൻ്റെ 90% ഇവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്, ബിസിനസ് ഓണേഴ്സും ഇൻവെസ്റ്റേഴ്സും. അപ്പം ഇനി എങ്ങനെയാണ് ഇവർ വരുമാനം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നോക്കാം. ആദ്യത്തെ എംപ്ലോയി ആൻഡ് സെൽഫ് എംപ്ലോയി എന്ന് പറയുന്ന ആളുകളെല്ലാം തന്നെ അവരുടെ ടൈമാണ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എംപ്ലോയി നമുക്കറിയാം, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ, ഇപ്പോൾ ഗവൺമെൻറ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അവിടെ 8 മണിക്കൂറോ 10 മണിക്കൂറോ അവരുടെ മനുഷ്യാധ്വാനം കൊടുക്കുന്നു. കാരണം അവർക്കൊരു ജോലി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര സമയത്ത് എത്തണം, ഇത്ര സമയത്ത് ജോലി ഫിനിഷ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ആ സമയത്തിന് 8 മണിക്കൂറോ 10 മണിക്കൂറോ അവർ കൊടുക്കുന്ന അവരുടെ അധ്വാനത്തിന് അവർക്ക് എന്തുണ്ടാവും, വരുമാനം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതാണ് എംപ്ലോയി എന്ന് പറയുന്നത്. ബഹുഭൂരിപക്ഷം ആളുകളും ഈ കാറ്റഗറിയിൽ പെടുന്ന ആളുകളൊക്കെ തന്നെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. കുറച്ച് ഭാഗം ഒഴിച്ച് ബഹുഭൂരിപക്ഷം ജനങ്ങളും. അതേസമയം സെൽഫ് എംപ്ലോയി എന്ന് പറയുമ്പോൾ ഇവിടെയും അവരുടെ മനുഷ്യാധ്വാനം തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവർക്കൊരു ബോസ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അവരെ നിയന്ത്രിക്കാനായിട്ട് മുകളിൽ ആരും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. സാധാരണ വക്കീലന്മാർ, ഡോക്ടേഴ്സ്, ഡ്രൈവേഴ്സ് ഒക്കെ ഈ കാറ്റഗറിയിൽ പെടുന്നത്. സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ് അല്ലാതെ ഓട്ടോ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ടാക്സി ഡ്രൈവേഴ്സ് ഒക്കെ വരുന്നതൊക്കെ ഈ കാറ്റഗറിയിൽ. ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, ചെറിയ ചെറിയ ഷോപ്പുകൾ നടത്തുന്ന ആളുകൾ, അവരൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളതാണ്. അതാണ് സെൽഫ് എംപ്ലോയി എന്ന് പറയുന്ന കാറ്റഗറി. ഇതിലും ബഹുഭൂരിപക്ഷം പേരും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ആളായിരിക്കും. എന്നാൽ കുറച്ച് ഡോക്ടേഴ്സും കുറച്ച് വക്കീലന്മാരും അങ്ങനെയൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് താനും. എങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളും ഈ എംപ്ലോയി ആൻഡ് സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ ബഹുഭൂരിപക്ഷം ആളുകളും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ആളുകളായിരിക്കും. സാമ്പത്തിക സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതേസമയം ബിസിനസ് ഓണേഴ്സിൻ്റെ വരികയാണ്. ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ അവർ ഒരു സിസ്റ്റം അവിടെ റൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, യൂസഫ് അലി അല്ലെങ്കിൽ കല്യാൺ ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയാൽ, ജോയ് ആലുക്കാസ് ഇങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ താഴെ ഒരുപാട് ആളുകൾ അവരുടെ മനുഷ്യാധ്വാനത്തെയാണ് ഈ വ്യക്തികൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മനുഷ്യാധ്വാനത്തെ കൂട്ടിയിണക്കിക്കൊണ്ട് അവരുടെ മനുഷ്യാധ്വാനത്തെ അവരുടെ 8 മണിക്കൂറും 10 മണിക്കൂറും ഈ ഒരു സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ കൂടി ഈ വ്യക്തികൾ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ അവർ വളരെയധികം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നു എന്നുള്ളതാണ്. ഇവിടെ മനുഷ്യാധ്വാനത്തെയാണ് ഉപയോഗപ്പെടുത്തുന്നത് ബിസിനസ് ഓണേഴ്സ്. എന്നാൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പൈസയാണ്, അവരുടെ കയ്യിലുള്ള പൈസ ഉണ്ടാക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. എക്സാമ്പിൾ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ കാണാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ കാണാം, ഏതെങ്കിലും ഹോട്ടലുകളോ അതൊക്കെ തുടങ്ങി അതിൽ നിന്നും വരുമാനം കിട്ടുന്ന ആളുകളെ കാണാം. അങ്ങനെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. അവരുടെ പൈസ ഉണ്ടാക്കാനായിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇതാണ് ക്യാഷ് ഫ്ലോ ക്വാഡ്രൻറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം.
ഇനി എങ്ങനെയാണ് യൂസഫ് അലി, കേരളത്തിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളായ യൂസഫ് അലി എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ അദ്ദേഹത്തിന് പാസീവ് ഇൻകമാണ് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഷോപ്പുകളിൽ നിന്നും തന്നെ അദ്ദേഹം പോകുന്നില്ല, എല്ലാ ദിവസവും പോകുന്നില്ല, എങ്കിലും അത് അവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം എന്താണ്, അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താഴെ എന്താണ് ഡയറക്ടേഴ്സ് ഉണ്ട്, ഓരോ ഇത് നോക്കാനായിട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ താഴെ മാനേജേഴ്സ് ഉണ്ട്, അതിൻ്റെ താഴെ വർക്കേഴ്സ് ഉണ്ട്. അങ്ങനെ 10,000-60,000 ആളുകളുടെ മനുഷ്യാധ്വാനത്തെയാണ് അദ്ദേഹം ഒരു ദിവസം ഉപയോഗപ്പെടുത്തുന്നത്. അവരുടെ അധ്വാനത്തെയും അവരുടെ കഴിവുകളെയും അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് അതിൽ നിന്നും അദ്ദേഹത്തിന് ഒരു പാസീവ് ഇൻകം അദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തെ ഏറ്റവും സമ്പന്നനിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ നമ്മുടെ CSM യൂണിവേഴ്സ്, നമ്മുടെ CSM പ്ലാറ്റ്ഫോം നമുക്കും അങ്ങനത്തെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം തരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന രീതിയിലാണ് നമുക്ക് വരുന്നത്. നമുക്ക് സാധനങ്ങൾ ഉപയോഗിക്കാം, വിൽക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ നമുക്കൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ മനുഷ്യോദ്ധാനത്തെയും കൂടിയും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് CSM നമുക്ക് മുന്നിലേക്ക് തരുന്നത്. ഇവരെ 2 ചാനലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. A ചാനൽ, B ചാനൽ എന്ന് പറയുന്ന 2 ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ടീമിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് കൂടുതൽ ആളുകൾ വരുമ്പോൾ ആ വ്യക്തികളുടെ സമയവും ആ വ്യക്തികളുടെ കഴിവൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ ബിസിനസ് കൂടുതൽ നടക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു വീതം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു സംവിധാനം, ഒരു സിസ്റ്റം ഇതിലുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൽ കൂടി നമുക്കും ഒരു സമ്പന്നതയിലേക്ക് മൂവ് ചെയ്യാനായിട്ട്, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മളിവിടെ ചെറിയ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഈ എംപ്ലോയി, സെൽഫ് എംപ്ലോയി എന്ന് പറയുന്ന കാറ്റഗറിയിൽ, ഈ പുവർ പീപ്പിൾ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് ചില സ്വഭാവ സവിശേഷതകളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ബിസിനസ് ഓണേഴ്സും ഇൻവെസ്റ്റേഴ്സും അവർക്കും വ്യത്യസ്തമായിട്ടുള്ള ചില മനോഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ, സ്വഭാവ സവിശേഷതകളുണ്ട്. അതെന്താണെന്ന് നോക്കാം. പൊതുവേ ഈ എംപ്ലോയി, സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ അവോയ്ഡ് റിസ്ക് ആണ്. അവർ റിസ്ക് എടുക്കാനായിട്ട്, പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടാത്ത ആളുകളാണ് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ അതൊക്കെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സേഫ്റ്റിയാണ് ഇവരുടെ മെയിൻ കാര്യം. പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഇപ്പോൾ ഒരു മാസം എന്തായാലും ശമ്പളം കിട്ടി, അതിനനുസരിച്ച് ചിലവ് ചുരുക്കി ആ സേഫ്റ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ എംപ്ലോയി, സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ പെടുന്ന ഭൂരിപക്ഷം ആളുകളും. പിന്നെ ഡിസിഷൻ ടേക്കിംഗ് പ്രോബ്ലം ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ ഈ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. അതേസമയം ഒരു ബോസ് പറയുകയാണ് ഇന്ന ജോലി ചെയ്യണം, ഇന്ന ജോലി ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ജോലികളൊക്കെ വളരെ വ്യക്തമായിട്ട് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഐ നോ എവറിത്തിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. എനിക്കെല്ലാം അറിയാം, ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാണ്, കേട്ടതാണ്, ഇതൊക്കെ എനിക്കറിയാം എന്നുള്ളൊരു മനോഭാവം കൂടിയും പൊതുവെ കുറേ ആളുകളിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതേസമയം നമുക്ക് ഒരു ബിസിനസ് ഓണേഴ്സിലേക്ക് വരുമ്പോൾ അവരിൽ കാണുന്ന ചില സവിശേഷതകൾ കാണാം. റെഡി ടു ടേക്ക് റിസ്ക് ആണ്. അവർ റിസ്ക് എടുക്കാനായിട്ട് വളരെ റെഡിയാണ് എന്നുള്ളതാണ്. അത് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും പുതിയ കാര്യങ്ങളിൽ പൈസ നിക്ഷേപിക്കാനും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് അവർ റിസ്ക് എടുക്കുന്നു എന്നുള്ളതാണ്. ട്രൈ ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് അവരിൽ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ദെൻ അപ്ഡേറ്റ് ദർ നോളേജ്, അവരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, ഓരോ മേഖലയിലും മാറ്റങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ ബിസിനസ് ഏത് മേഖലയിലാണോ ആ മേഖലയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് എവിടെ നിന്നാണോ അറിവ് കിട്ടുന്നത് അവിടെയൊക്കെ ചെന്ന് അവർ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് ആ മാറ്റങ്ങളെ അവർ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് അവർ മാറുന്നു എന്നുള്ളതാണ്. പിന്നെ കാണുന്ന സവിശേഷത ലീഡർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് ലീഡർഷിപ്പ്, ഒരു നേതൃത്വ ഗുണം അവർ വളർത്തിയെടുക്കുന്നുള്ളതാണ്. ഈ ക്വാളിറ്റീസൊക്കെ നമ്മളും വളർത്തിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് റോബർട്ട് കിയോസാക്കി പറഞ്ഞത്. എംപ്ലോയി, സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ പെടുന്ന പുവർ പീപ്പിൾ കാറ്റഗറിയിൽ പെടുന്ന വ്യക്തികൾക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിൽ കൂടി അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ കൂടി ഒരു ബിസിനസ് ഓണേഴ്സ് ആവാനും ഒരുപാട് ആളുകളുടെ മനുഷ്യാധ്വാനത്തെ ഉപയോഗപ്പെടുത്താനും അവരുടെ സമയവും കഴിവൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു വലിയ വരുമാനം സമ്പാദിക്കാനും ആ വലിയ വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കി ഒരു വലിയ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് റോബർട്ട് കിയോസാക്കി മുന്നോട്ട് വെച്ച ആശയം എന്നുള്ളത്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ റെഡി ആവണം.
പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാവണം. ഒരു നേതൃത്വ ഗുണം നമ്മൾ നേടിയെടുക്കണം, വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു വിജയം CSM പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് ലഭിക്കും. ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.